നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. കൈക്കുഞ്ഞിനെയുമേന്തി ഉപജീവനത്തിനായി അജ്മാനിൽ അലഞ്ഞ പ്രവാസി യുവതി റംസാനിലെ നൊമ്പരക്കാഴ്ചയായി. അജ്മാനിൽ വീട്ടുജോലി ചെയ്ത് ഉപജീവനത്തിനായി പൊരുതുകയാണ് ഈ യുവതി. 6 മാസം മാത്രം പ്രായമായ കുട്ടിയുമായി ഫസ്ലിയ വിവിധ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയാണ് തന്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം കഴിയുന്നത്. സന്ദർശക വിസയിലെത്തിയ ഫസ്ലിയുടെ ഭർത്താവ് അജ്മാനിലെ ഒരു കമ്പനിയിൽ പാക്കിംഗ് ജോലി ചെയ്യുകയായിരുന്നു. കമ്പനി വിസ പുതുക്കി നൽകാത്തതിനാൽ ഒരു വിസ സംഘടിപ്പിക്കാനായി പലർക്കും പണം നൽകി വഞ്ചിക്കപ്പെട്ടതായി ഫസ്ലിയ പറയുന്നു. ഇതോടെ ഇക്കഴിഞ്ഞ പൊതുമാപ്പിലൂടെ ഇയാൾ ശ്രീലങ്കയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ബന്ധുവിന് തന്റെ 5 ചെക്കുകൾ ഒപ്പിട്ട് നൽകി സഹായിച്ചത് ഫസ്ലിയുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാനാണ് ബന്ധു ചെക്ക് ഉപയോഗിച്ചത്. ഒരു ചെക്ക് പാസ്സായി, പക്ഷേ തുടർന്നുള്ളവ വാടകയടക്കാത്തതിനാൽ ബാങ്കിൽ നിന്ന് മടങ്ങി. 2023 ഒക്ടോബറിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ ചെക്കു കേസുള്ളതിനാൽ യാത്രാ വിലക്കുണ്ടെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. ഇതോടെ വിമാനത്താവളത്തിൽ നിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. പിന്നീട് ഇവർ നാട്ടിലേക്ക് പോയിട്ടില്ല. നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന 7 വയസ്സും 12 വയസ്സുമുള്ള മക്കളെ കണ്ടിട്ട് 2 വർഷത്തോളമായി. അടയ്ക്കാനുണ്ടായിരുന്ന കെട്ടിട വാടക കുടിശ്ശിക 17,000 ദിർഹം ഉടമകളായ ജീപാസ് 12,000 ദിർഹമാക്കി കുറച്ചു കൊടുത്തു. ജീപാസ് മാനേജർ സെയ്ദ് ബുഖാരിയാണ് ഇതിന് മുൻകൈയെടുത്തത്. ഇതുകൂടാതെ സാമൂഹ്യ പ്രവർത്തക സജ്ന, സിറാജുദ്ദീൻ കോളിയോട് എന്നിവർ 6,000 ദിർഹം വീതം നൽകിയതോടെ ഈ തുക അടച്ച് കേസിൽ നിന്ന് ഇപ്പോൾ മോചനം നേടിയിരിക്കുകയാണ്. +1 വിദ്യാഭ്യാസമുള്ള ഫസ്ലിയ കമ്പ്യൂട്ടർ കോഴ്സും ടൈലറിംഗും പഠിച്ചിട്ടുണ്ട്. 6 വർഷം മുമ്പ് യുവതിയും ഭർത്താവും ജോലി തേടിയാണ് UAEയിലെത്തിയത്. അജ്മാനിലെ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ ബസ് അസിസ്റ്റന്റായി വർഷങ്ങളോളം ജോലി ചെയ്തു. പിന്നീടാണ് ഫസ്ലിയയുടെ ഭർത്താവിന് നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. നാട്ടിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെപ്പോൾ ആയിരുന്നു യാത്രാവിലക്ക് കാരണം ഫസ്ലിയയ്ക്ക് തിരിച്ചു പോരേണ്ടി വന്നത്. ഇതോടെ യുവതിയും 2 മക്കളും അജ്മാനിൽ ഒറ്റയ്ക്കായി. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഭർത്താവിന് ഇതുവരെ തിരിച്ചുവരാൻ കഴിഞ്ഞിട്ടില്ല. പല വീടുകളിലായി 2 മണിക്കൂർ വീതം ജോലി ചെയ്താണ് ഫസ്ലിയയും മക്കളും ഇപ്പോൾ ജീവിച്ചു പോരുന്നത്. ആകെ വരുമാനം 700 ദിർഹത്തിലും താഴെയാണ്. താമസ സ്ഥലത്തിന്റെ വാടക, നിത്യച്ചെലവുകൾ കഴിഞ്ഞാൽ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാകാറില്ല. പലപ്പോഴും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. വാടക കേസുകൾ ഒഴിവായാൽ നാട്ടിലേക്ക് മടങ്ങാൻ തന്നെയാണ് തീരുമാനം. ഇനി കുട്ടിക്ക് പാസ്പോർട്ട് എടുത്ത് 2 പേർക്കും ഔട്ട് പാസ് ലഭിക്കുകയും ചെയ്താൽ നാട്ടിലേക്ക് മടങ്ങാം. ഇതിനുള്ള ചെലവ് വഹിക്കാൻ മനസ്സിൽ നന്മ പറ്റിയിട്ടില്ലാത്ത ആരെങ്കിലും മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയിലാണ് ഇവർ എന്ന് ഇവർക്ക് പിന്തുണ നൽകുന്ന സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. പ്രവാസി മലയാളി പ്ലസ്.